UDF ക്യാമ്പുകളിൽ അത്യാവേശം, ആഹ്ലാദം, ഉന്മാദം, ആവേശം കേൾക്കാം. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരികയാണ്. CPM വലിയ ഒരു തോൽവി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഒരുപാട് വീഡിയോകൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷനിൽ വരുന്ന പല വിഷയാധിഷ്ഠിതമായ കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് സംസാരിച്ചിരുന്നു. ആ കാര്യങ്ങൾ ഷോർട്സ് ആയിക്കൊണ്ട് വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ നമ്മൾ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് ആളുകളെങ്കിലും ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, ഈ പറഞ്ഞ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ പൂർണ്ണമായൊരു നിഷ്പക്ഷത പാലിച്ചില്ലേ എന്നൊരു സംശയമുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു നിലക്കും ഈ ഇലക്ഷനിൽ നിഷ്പക്ഷരേ ആയിരുന്നില്ല എന്നുള്ളതാണ്. അൺമാസ്കിംഗ് അനോമലീസ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ ഇലക്ഷനിൽ നിഷ്പക്ഷരേ ആയിരുന്നില്ല. കാരണം വളരെ കൃത്യമായൊരു പക്ഷം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് സാമുദായിക ധ്രുവീകരണത്തിനെതിരായ, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ സമുദായങ്ങളെ തമ്മിലകറ്റുന്ന ആ ഒരു പ്രവണതയ്ക്കെതിരായി അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധതയ്ക്കെതിരായ ഒരു കൃത്യമായൊരു പക്ഷം സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങൾ സംസാരിച്ചിരുന്നത്. മുസ്ലിം വിരുദ്ധത അത്രമേൽ പ്രകടമായി പ്രകടിപ്പിക്കുമ്പോൾ അവിടെ ഒരു നിഷ്പക്ഷത പാലിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല എന്ന ബോധ്യത്തിലാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായി ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്യാൻ ഈ പാർട്ടിക്കാർ തയ്യാറാവണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തോറ്റ CPMനോട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ആ അനാലിസിസിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൂട്ടമായി ചെയ്തു, അതുപോലെ തന്നെ മലബാറിലുള്ള ആ ഒരു ക്ലീൻ സ്വീപ്പ് അത് എന്താണ് മുസ്ലിങ്ങൾ ഒരുമിച്ച് വോട്ട് ചെയ്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരുപാട് നറേറ്റീവുകളോ അല്ലെങ്കിൽ അനാലിസിസോ ആയിരിക്കും ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ളത്. ഇവിടെ എനിക്ക് പാർട്ടിക്കാരായ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതാനും ടേംസിൽ കുരുങ്ങി ഈ അനാലിസിസ് നിർത്താതെ വളരെ കൃത്യമായി എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ഇനി ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന കൃത്യമായ അനാലിസിസ് നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇത് ഞാൻ പറയുന്നത് CPM എന്ന പാർട്ടിയോടുള്ള പൂർണ്ണമായ വിരോധമോ അല്ലെങ്കിൽ ഒരു നിലക്കും അതിനെ ക്യാൻസൽ ചെയ്യുന്ന ഒരു പ്രവണതയിലോ അല്ല ഞങ്ങൾ ആരും സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ആ ഒരു ഇലക്ഷനിൽ CPMന് വോട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഞാൻ ഈ ഇലക്ഷൻ ആകുമ്പോഴേക്ക് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെയുള്ള അനേകം ആളുകൾ ഈ രൂപത്തിൽ, അത് ഞങ്ങളാരും ഏതെങ്കിലും പാർട്ടിയുടെ മെമ്പർമാരോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പ്രചാരകരോ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇത്രയും കൃത്യമായി ഇത്രയും ശക്തമായി ഈ രൂപത്തിൽ വിഷയങ്ങൾ സംസാരിക്കാൻ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായി നിങ്ങൾ അനലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം CPM അതിനോട് സ്വീകരിച്ച നിലപാടെന്തായിരുന്നു എന്നുള്ളത് പുനർവിചിന്തനം നടത്താനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് CPM എന്ന പാർട്ടിക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണത് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലേ, CPM ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചെയ്തു കൂട്ടിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് കൃത്യമായി ഒന്ന് സ്വയം വിചിന്തനം നടത്തേണ്ടതുണ്ട്. ശരിയായിരിക്കാം, ചില ഇലക്ഷനിൽ വിജയിക്കാൻ അല്ലെങ്കിൽ നൈമിഷികമായ ഏതെങ്കിലും രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി CPM ഇവിടെ ചെയ്തത് വളരെ കൃത്യമായി ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളെ തമ്മിൽ അകറ്റുക എന്നതായിരുന്നു. അങ്ങനെ അകറ്റുന്നതിലൂടെ തങ്ങൾക്ക് ചില രാഷ്ട്രീയ നേട്ടങ്ങളെ നേടാൻ പറ്റും എന്ന് CPM കണക്ക് കൂട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിഭാഗങ്ങളെ പരമാവധി അരികുവൽക്കരിക്കുകയും ക്രൈസ്തവ വിഭാഗങ്ങളെയും ഹൈന്ദവ വിഭാഗങ്ങളെയും കൂട്ടിപ്പിടിക്കാനും ശ്രമിച്ചുകൊണ്ടുള്ള ഒരു വൃത്തികെട്ട ഒരു സാമുദായിക പൊളിറ്റിക്സ് ആയിരുന്നു CPM കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് CPMനെ നിഷ്പക്ഷമായി അനലൈസ് ചെയ്യുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ആരും നിഷേധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ്, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം, ഇപ്പം ഈ ഇലക്ഷൻ്റെ സമയത്ത് അതെല്ലാം കൂടി ഓർത്തെടുക്കുക എന്നുള്ളത് പോസിബിൾ ആയൊരു കാര്യമല്ല. പക്ഷേ എങ്കിലും കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ എടുക്കാം. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. മദ്രസ അധ്യാപകരുടെ ശമ്പളം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാറും അതേപോലെ തന്നെ കൃസംഖികളും വലിയ രൂപത്തിലുള്ള ഒരു പ്രചാരണം ഇവിടെ നടത്തി. അവിടെ ആ പ്രചാരണത്തിന് മറുപടി പറയേണ്ട അല്ലെങ്കിൽ അതിന് ക്ലാരിഫിക്കേഷൻസ് കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? അത് സർക്കാരിനായിരുന്നു. സർക്കാർ കൊടുക്കുന്നു എന്നാണല്ലോ, സർക്കാർ ശമ്പളം കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെയുള്ള ഒരു പ്രചാരണം വളരെ വ്യാപകമായി നടന്നിട്ട് പോലും ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ എത്ര സമയമെടുത്തു എന്നുള്ളത് ആലോചിച്ച് നോക്കുക. എല്ലാ തരത്തിലുള്ള പോളറൈസേഷനൊക്കെ ഉണ്ടായി. ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയ രൂപത്തിൽ മുസ്ലിങ്ങളോട് അകൽച്ചയൊക്കെ തോന്നിയതിന് ശേഷം അവസാനമാണ് ആ വിഷയത്തിൽ ചെറിയ രൂപത്തിലെങ്കിലും ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചത്. രണ്ടാമത്തൊരു കാര്യം നാർക്കോട്ടിക് ജിഹാദ് അല്ലേ, എന്ത് ചെയ്താലും തുമ്മിയാൽ ജിഹാദ് എന്ന പറഞ്ഞ രൂപത്തിൽ സംഘപരിവാറിൻ്റെ നറേറ്റീവ് ക്രൈസ്തവ ജനത അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതന്മാർ അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ പോയി തിരുത്തേണ്ടുന്ന, അവിടെ ആ പറഞ്ഞ വർഗീയ വിഭജനത്തിന് എതിര് നിൽക്കേണ്ടുന്ന ഇടതുപക്ഷം എന്താണ് ചെയ്തത്? ആ
പറഞ്ഞ ബിഷപ്പിൻ്റെ അടുത്തേക്ക് പോയി ആ ബിഷപ്പ് പണ്ഡിതനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് തിരിച്ചു വരുന്നതാണ് കണ്ടത്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരു സമുദായം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താ വിചാരിച്ചത്? ആ സമുദായം അതൊക്കെ മറന്നുപോയിട്ട് നേരെ ബാലറ്റിൽ നിങ്ങൾക്ക് പോയി കുത്തുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണിത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ 80-20 അല്ലേ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ മുസ്ലിം വിഭജനത്തിന് കാരണമായ കാര്യമാണ് 80-20. 100% മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യം, അത് 20% ക്രൈസ്തവർക്ക് കൂടി കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനം, ആ തീരുമാനം തന്നെ ന്യായമാണോ എന്നുള്ള ഒരു കാര്യം അതല്ല. ഇനി അതിനുശേഷം ഇതിൽ 80% മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു, ക്രൈസ്തവർക്ക് 50% അർഹിച്ചതിൽ 20% കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തി മുസ്ലിം ക്രൈസ്തവ ഡിവൈഡ് ഉണ്ടായപ്പോൾ, അത് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ പ്രചരിച്ചപ്പോൾ സർക്കാർ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള, ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാണ്, ഇതുപോലെയുള്ള അനേകം വിഷയങ്ങളിൽ ക്രൈസ്തവ മുസ്ലിം വിഭജനം ഉണ്ടാകുമ്പോൾ നോക്കി നിൽക്കുകയും അല്ലെങ്കിൽ അതിനെ കൈയടിക്കുകയും അതിനപ്പുറത്തേക്ക് അതിന് പണ്ഡിത സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്ത CPM. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതിലൂടെ ഇങ്ങനെ ഒരു മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയങ്ങളെയും ഇങ്ങനെ മുസ്ലിങ്ങളെ ചവിട്ടിത്തേക്കുന്ന ഒരു സമീപനം CPM സ്വീകരിച്ചതോടുകൂടി മുസ്ലിങ്ങൾ അകന്നുപോയി, മുസ്ലിങ്ങൾ CPMൽ നിന്നും അകന്നുപോയി. എന്നാൽ മറുഭാഗത്തോ ഹൈന്ദവ ക്രൈസ്തവ ഇത്തരത്തിലുള്ള വർഗീയ വിഭജന അജണ്ടകൾക്ക് വെള്ളവും വളവും നൽകുന്നതോടുകൂടി ആ വിഭാഗത്തിലെ ഒരുപാട് ആളുകൾ വർഗീയവൽക്കരിച്ചു, ഒരുപാട് ആളുകൾ അങ്ങനെ വർഗീയവൽക്കരിക്കപ്പെട്ടു. എന്നിട്ട് അവസാനം സംഭവിച്ചത് എന്താണ്? നിങ്ങളത് ശരിക്കും അനലൈസ് ചെയ്യുക. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നോക്കുക. ഇങ്ങനെ CPMൻ്റെ ഈ വൃത്തികെട്ട പൊളിറ്റിക്സ് കൊണ്ട്, ഈ പറഞ്ഞ സാമുദായിക ഇക്വേഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ട് അവസാനം സംഭവിച്ചത് എന്താ? ക്രൈസ്തവരിലും അതുപോലെ തന്നെ ഹൈന്ദവരിലുമുള്ള വർഗീയവൽക്കരിക്കപ്പെട്ട CPM അടക്കം ചെയ്ത ഈ പറഞ്ഞ പ്രവർത്തനം കൊണ്ട് വർഗീയവൽക്കരിക്കപ്പെട്ട അനേകം ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുണ്ട്. ആ വർഗീയവൽക്കരിക്കപ്പെട്ട ആളുകളുടെ വോട്ടുകൾ BJPക്ക് പോയി. മറുഭാഗത്ത് ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് ഇങ്ങനെ വിഭജനമല്ല വേണ്ടത്, മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ആ സമുദായങ്ങൾ തമ്മിലടിക്കുകയല്ല വേണ്ടത്, ഇത്തരത്തിലുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെ നുണകൾ കൊണ്ടല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന നിലക്കുള്ള കൃത്യമായ ഈ പറഞ്ഞ വർഗീയ വിഭജനത്തിനെതിരായി നിലപാട് സ്വീകരിച്ചത് അത് മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങൾ മാസായിട്ട് അങ്ങനെ പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതല്ലാത്ത കേരളത്തിലെ ഒരു പൊതുജനം എന്ന് പറയുന്നത്, വലിയ വിഭാഗം പൊതുജനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വർഗീയ വിഭജനത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഈ വർഗീയ വിഭജനത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ UDFിലേക്കും ചാഞ്ഞു. അവരെല്ലാവരും UDFകാരല്ല, അവരെല്ലാവരും കോൺഗ്രസ്സുകാരല്ല, അവരെല്ലാവരും മുസ്ലിം ലീഗുകാരല്ല, മറിച്ച് ഈ വർഗീയ വിഭജനത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നവർ മാത്രമാണ്. അവരിൽ CPMകാരടക്കമുണ്ട്. ഇത് ഞാൻ വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ അടക്കം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. CPMനല്ലാതെ ജനിച്ചിട്ട് വോട്ട് ചെയ്യാത്ത ആളുകൾ പോലും ഞങ്ങളൊക്കെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, നേരിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം ഞങ്ങൾ കൈപ്പത്തിക്ക് കുത്തി എന്ന് പറഞ്ഞു, ഇപ്രാവശ്യം ഞങ്ങൾക്ക് കോണിക്ക് കുത്തി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് CPM പ്രവർത്തകരടക്കം അങ്ങനെ വോട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് ആ പേരിൽ കാട്ടിക്കൂട്ടിയ ഈ പ്രവർത്തനത്തിനോടുള്ള പ്രതിഷേധമാണ്. അങ്ങനെ വർഗീയവൽക്കരിക്കപ്പെട്ട വോട്ടുകൾ BJPക്കും അതേപോലെ തന്നെ അല്ലാത്ത അതിനോട് എതിർത്ത് നിൽക്കുന്ന ആളുകളുടെ വോട്ട് BJPക്കും പോയി. അവസാനം CPMന് എന്താ ബാക്കിയുള്ളത്? ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് CPMന് ബാക്കിയായത്. ഈ വൃത്തികെട്ട കളി കൊണ്ട് CPMന് അവസാനം ബാക്കിയായത് കുറച്ച് സെൻകുമാറും കുറച്ച് ആരിഫ് ഹുസൈനും കുറച്ച് ചിദാനന്ദപുരിയും. ഇങ്ങനെയുള്ള വർഗീയത തുപ്പുന്ന, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി മാത്രം പേനയുന്തുന്ന, അതിനുവേണ്ടി മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളാണ് അവസാനം CPM പ്രചാരകരായി വരുന്ന ഒരവസ്ഥ ഉണ്ടായത്. ഇമാതിരി ഒരു ദുരവസ്ഥ ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇടതുപക്ഷത്തിന് ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കുക. ഇത്രമേൽ രാവിലെ ബ്രഷ് തേക്കുന്നതിന് മുമ്പ് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ വർഗീയതയല്ലാതെ വേറൊന്നും സംസാരിക്കാത്ത, വേറൊന്നും എഴുതാത്ത ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ LDF പ്രചാരകരായി, CPM പ്രചാരകരായി സോഷ്യൽ മീഡിയയിൽ വരുന്നൊരവസ്ഥ. സെൻകുമാറിനെ പോലെയുള്ള ആളുകൾ എങ്ങനെയെങ്കിലും CPMന് വോട്ട് ചെയ്തുകൊണ്ടെങ്കിലും VD സതീശനെ പോലെയുള്ള കോൺഗ്രസ്സുകാർ ജയിക്കാത്ത അവസ്ഥയുണ്ടാകണം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പൊളിറ്റിക്സ് കൊണ്ട് CPMന് ആകെ ബാക്കിയായത് ഇതാണ്. ഇങ്ങനെയുള്ള കുറച്ച് വിശപ്പാമ്പുകളല്ലാതെ വേറെ എന്താ CPMന് ഇപ്പം ബാക്കിയുള്ളത്? ഇപ്പം കണ്ടല്ലോ, റിസൾട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ പറയുന്നത് ഇതൊരിക്കലും CPMനെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾ ചെയ്തു കൂട്ടിയത് എത്രമേൽ വലിയ അപരാധമാണ് എന്നുള്ളത് തിരിച്ചറിയണം. നിങ്ങൾ ചെയ്തു കൂട്ടിയത് കൊണ്ട് അവസാനം സംഭവിച്ചത് ഇത് മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരള ജനത എന്ന് പറഞ്ഞാൽ ഇമാതിരി കുറച്ച് ഈ ഉടായ്പകൾ കൊണ്ട്, കുറച്ച് സമുദായങ്ങളെ വരുതിയിലാക്കാനുള്ള കുറച്ച് ഉടായ്പകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിയുന്ന ഒരു ജനതയല്ല കേരളത്തിൻ്റേത്. അങ്ങനെ 80-20യും മദ്രസാധ്യാപക ശമ്പളവും അങ്ങനെയുള്ള കുറച്ച് വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ,
അതിനെതിരെ പിന്നെ മൗനം പാലിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അവർ ചേരിതിരിഞ്ഞോളും, എന്നിട്ട് അവരുടെ വോട്ട് ഞങ്ങൾക്ക് നേടാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കണക്ക് കൂട്ടലാണ് ഇപ്രാവശ്യം തെറ്റിയത് എന്ന് തിരിച്ചറിയാൻ CPM ഇനിയെങ്കിലും സാധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ സാധിക്കേണ്ടതായിരുന്നു. പക്ഷെ എന്നിട്ടും പിന്നെയും മുന്നോട്ട് പോയത് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു കണ്ടാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ രൂപത്തിൽ വർഗീയ വിഭജന രാഷ്ട്രീയവുമായിട്ടാണ് പിന്നെയും മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്തു കൂട്ടിയ അപരാധങ്ങളുടെ അതിൻ്റെ ഫലമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാ ഇടത്തും ഇടതുപക്ഷത്തിന് അതിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. കേരളത്തിലല്ലാതെ വർഗീയതക്കും അതുപോലെ തന്നെ വലതുപക്ഷ ഫാസിസ്റ്റുകളുടെ കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷം കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. അതേപോലെ തന്നെ CPM അതുപോലെ തന്നെ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സ്വീകരിച്ച ചില നിലപാടുകൾ, വിശ്വാസവുമായി മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ എന്താണ് നിങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ എന്നൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അത് ആലോചിക്കേണ്ട സമയമാണിത്, അല്ലേ? ശബരിമല എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ കുറച്ച് പുരോഗമനവാദികളാണെന്ന് പറഞ്ഞു കണ്ട് ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ അവിടെ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ അവരുടെ നിലപാടെന്താണ്, അവരുടെ വിശ്വാസം എന്താണ്, അതിന് അവർ കൊടുക്കുന്ന വില എന്താണ്, ഇതൊന്നും ചിന്തിക്കാതെ ശബരിമല വിഷയത്തിൽ എടുത്തു ചാടി ചെയ്തത് എന്താണ്? അവിടെ യഥാർത്ഥത്തിൽ CPM സംഭവിച്ചൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ ഒരു ഭൗതികവാദ കാഴ്ചപ്പാടൊക്കെ CPM ഉണ്ടാകാം. അത് ഓരോരുത്തർക്കും അവരുടേതായ ഐഡിയോളജീസ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ തങ്ങൾ ഭൗതികവാദികളാണെന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തിനൊന്നും യാതൊരു നിലക്കുമുള്ള ഒരു പ്രാധാന്യവും കൊടുക്കേണ്ടതില്ല എന്ന കാഴ്ചപ്പാടാണ്. ആ പറഞ്ഞ ഒരു നിരീശ്വരവാദ ഫാസിസത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകാൻ ശ്രമിച്ചു. അതാണ് നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ അതിൻ്റെ ഏറ്റവും നല്ല ഒരു റിസൾട്ട് നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നീട് നമ്മളിപ്പോൾ അതിൻ്റെ തുടർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത നിലപാട്, അതിനുശേഷം ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ നിലപാടുകളിലൊക്കെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങൾ പ്രധാനമാണ്. അത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം തന്നെ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് കൃത്യമായൊരു വിലയുണ്ട്. അത് കൊടുക്കാതെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിക്കും, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പുരോഗമനമാണെന്ന് തോന്നുന്നുണ്ട്, അത് നടപ്പിലാക്കുമെന്ന് തീരുമാനിച്ചതിൻ്റെ അനന്തരഫലമാണ് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും ഹൈന്ദവ വിശ്വാസികൾ CPM നിന്നും വലിയ രൂപത്തിൽ കൊഴിഞ്ഞു പോകാനുള്ള കാരണമുണ്ടായത്. അതുപോലെ തന്നെയാണ് മറ്റു വിഷയങ്ങൾ, വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, അല്ലേ? വഖഫ് വിഷയം എങ്ങനെയാണ് CPM കൈകാര്യം ചെയ്തത്? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് കേവലമായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് അങ്ങനെ പോകൂല, മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് തന്നെയാണ്. അത് അവരുടെ മനസ്സിലുണ്ടാകും. അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി, സൂംബ, ഈ വിഷയങ്ങളിലൊക്കെ എന്താ സംഭവിച്ചത്? തങ്ങൾ പുരോഗമനമാണെന്ന് പറയുന്ന കാര്യം പൊതുവിദ്യാലയങ്ങളിലൂടെ അടക്കം അടിച്ചേൽപ്പിക്കും. അതിൽ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഏതെങ്കിലും വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസപരമായി അതിനോട് യോജിക്കാൻ പറ്റാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതൊന്നുമില്ല. ചർച്ച ചെയ്യേണ്ടതില്ല, അതങ്ങ് നടപ്പിലാക്കുക തന്നെ. അത് ആരുടെ വിശ്വാസങ്ങൾക്കും ആരുടെ കാഴ്ചപ്പാടുകൾക്കും എതിരായാലും ശരി. പൊതുവിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും എല്ലാവരുടെയും കുട്ടികൾ രാവിലെ കുളിച്ചൊരുങ്ങി മക്കളെ പറഞ്ഞയക്കുന്ന ഒരു സ്ഥലമാണ് ഈ പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ. അവിടെ എല്ലാവർക്കും പറ്റുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന അത്തരത്തിലുള്ളൊരു പൊതുവായ വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്. അവിടെ നിങ്ങളുടെ ഭൗതികവാദ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ നിങ്ങൾ പുരോഗമനമെന്ന് കാണുന്ന ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും അവിടേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ കാണുന്ന ആളുകളുണ്ട്, ഇതൊക്കെ കാണുന്ന വിശ്വാസി സമൂഹം ഇവിടെ ഉണ്ട്. അവർ നിങ്ങൾക്ക് അന്ധമായി പിന്നെയും വോട്ട് ചെയ്യുന്നതാണോ നിങ്ങൾ വിചാരിച്ചത്? അല്ലേ? ഞാൻ എൻ്റെ ഒരു അനുഭവം മാത്രം പറയാം. ഞങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും സംഘടനകൾക്കെതിരായിട്ടല്ല സംസാരിച്ചത്, ഈ പോളിസികൾക്കെതിരായിട്ടാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ സർക്കാർ തിരുത്തി എഴുതിയിട്ടുള്ള 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ, ജെൻഡർ എന്ന് പറയുന്ന ആർജിത പദവിയാണ്. എന്ന് വെച്ചാൽ ആണാവുക പെണ്ണാവുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ആർജിച്ചെടുക്കുന്ന പദവിയാണെന്ന് ഇപ്പം നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഇത് ഒരിക്കലും അങ്ങനെയല്ല. ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആർജിച്ചെടുക്കുന്ന ഒരു പദവിയല്ല എന്നുള്ള വിഷയം ശാസ്ത്രീയമായി സാമൂഹികമായി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് ചാനലുകളിൽ സംസാരിച്ചിട്ടുണ്ട്. സൂംബ വിഷയം വന്നു, അല്ലേ? സൂംബ എന്ന സംഭവം അതിനോട് അത്തരത്തിലുള്ളൊരു കൾച്ചറിനോട് അത്തരത്തിലുള്ളൊരു സംസ്കാരത്തോട് താല്പര്യമില്ലാത്തവരും ഇവിടെയുണ്ട്. അങ്ങനെ ഒരു അധ്യാപകൻ പറയാണ് ഞാൻ എൻ്റെ മക്കളെ അയക്കില്ല, അതിന് സമ്മതിക്കില്ല എന്ന് ഒരു അധ്യാപകൻ പറയുമ്പോൾ, ഒരു രക്ഷിതാവ് പറയുമ്പോൾ അവിടെ ആ അധ്യാപകനെതിരെ നടപടി വരികയാണ്, സസ്പെൻഷൻ വരികയാണ്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു ചാനലിൽ ഈ വിഷയത്തിൽ ഒരുപാട് ചാനൽ ചർച്ചകളിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ചാനൽ ചർച്ച
ഞങ്ങളൊക്കെ അത് ആ നിലക്ക് ഗൗരവത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നത്. ആ സുഹൃത്തിൻ്റെ ഉമ്മ ഈ ചാനൽ ചർച്ച തുടങ്ങുന്ന സമയത്ത് നിസ്കാരപ്പായയിൽ പോയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ആളുകൾ എത്രത്തോളം ഗൗരവത്തിലാണ് ഇത്തരം വിഷയങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് CPM-മാർക്ക് ഇനിയും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ നിസ്കാരപ്പായയിലിരുന്നിട്ട് പ്രാർത്ഥിക്കായിരുന്നു. എന്താ കാരണം? പടച്ചോനെ, ഈ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ മതപരമായ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിലാണല്ലോ ഈ കുട്ടികളിങ്ങനെ അനാവശ്യമായി സംഖ്യകളുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആളുകളുടെയും ചീത്ത കേൾക്കുന്നത്. ആ ചീത്ത കേൾക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കൃത്യമായി പറയാനുള്ള അവസരം ഉണ്ടാകണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കാൻ ഈ ചാനൽ ചർച്ച തുടങ്ങുന്നതിൽ അവസാനം വരെ നിസ്കാരപ്പായിൽ നിന്ന് പ്രാർത്ഥിച്ചൊരു ഉമ്മാൻ്റെ കഥ എൻ്റെ ഒരു സുഹൃത്ത് പറയണ്ടായി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള 10,000-കണക്കിന് ഉമ്മമാരാണ് കേരളത്തിലുള്ള വീടുകളിൽ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള അമ്മമാരാണ് ശബരിമല വിഷയത്തിൽ അങ്ങേയറ്റം പ്രയാസപ്പെട്ട അമ്മമാരാണ് കേരളത്തിലുള്ള വിശ്വാസി സമൂഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിശ്വാസത്തിൻ്റെ ആ പ്രാധാന്യം ഒന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കും, അതങ്ങോട്ട് നടപ്പിലാക്കും. അതേത് മതത്തിനും ഏത് വിശ്വാസത്തിനും ഏത് കൾച്ചറിനും ഏത് സംസ്കാരത്തിനും എതിരായാലും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല, ഞങ്ങൾ കുറച്ച് പുരോഗമനം കണ്ട് കൊണ്ടുവരാൻ പോവാണ് എന്ന് പറഞ്ഞ് നടപ്പിലാക്കുമ്പോൾ അത് കൃത്യമായി കണ്ടു നിൽക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് എന്ന തിരിച്ചറിവാണ് ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാകേണ്ടത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്തെന്താ? അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളിൽ ആരാണോ ഉന്നയിക്കുന്നത് അവരങ്ങോട്ട് മാറ്റി നിർത്താൻ ശ്രമിച്ചു. ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നൊരു ബൈനറി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആരാണോ വിഷയങ്ങൾ ഉന്നയിക്കുന്നത്, ആരെങ്കിലും അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാൽ അവരെ സൈഡാക്കാനാണ് ശ്രമിച്ചത് അല്ലേ? പല വിഷയങ്ങളും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, അതൊരു സ്ലോഗനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെ പിന്നിൽ ജമാഅത്തെ, ഇത് എന്ത് ചെയ്താലും പൂച്ചക്കുട്ടി പറ്റാൽ പോലും അത് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിച്ച മതമൗലികവാദികൾ സൂംബ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പോസ്റ്റ് എന്താണെന്ന് വായിക്കാനുള്ള ഒരു മിനിറ്റ് പോലും ഇല്ലാതെ ഒരു DYFIയുടെ നേതാവ് അപ്പം തന്നെ ചാനലിൽ കൊടുത്ത അഭിമുഖം എന്താണെന്ന് ചോദിച്ചാൽ അത് മതമൗലികവാദികളുടെ തീവ്ര ചിന്താഗതിക്കാരുടെ ആവശ്യമാണെന്നാണ്. എന്താ വിഷയം എന്ന് പോലും അറിയില്ല, എന്താ കാര്യം എന്ന് പോലും അറിയില്ല. പക്ഷെ അപ്പോഴേക്ക് അത് ചാപ്പടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മലപ്പുറത്തെ തീവ്രവാദികൾ അല്ലേ, അതേപോലെ തന്നെ സമസ്തയുടെ വർഗീയത, ഇങ്ങനെയുള്ള എത്ര വിഷയം, ഗെയിൽ സമരത്തിന് പിന്നിൽ പോലും ഇത്തരത്തിലുള്ള മുസ്ലിം തീവ്രവാദികളാണെന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ CPM വിചാരിച്ചെന്ന് വെച്ചാൽ ഓക്കെ, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനാണോ എതിർക്കുന്നത്, ഞങ്ങൾ മുജാഹിദികളാണല്ലോ എതിർക്കുന്നത്, ഞങ്ങൾ വിസ്ഡത്തെയാണല്ലോ എതിർക്കുന്നത്, ഞങ്ങൾ സമസ്തനെയാണല്ലോ എതിർക്കുന്നത്. ഇത് ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രബുദ്ധരാണ് ഇവിടെയുള്ള ആളുകൾ. ഓരോരുത്തരെ ചാരിക്കൊണ്ട് ഇതൊരു സമുദായത്തിനെതിരായ ഒരു വികാരം തന്നെയാണ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി. ഏതെങ്കിലും ഒരു സംഘടന മാത്രമല്ലല്ലോ, എല്ലാവരെയും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഇനി പറയാനുള്ളത്, CPM എന്തായാലും ഇവിടെ തോറ്റു. ഇനി അങ്ങോട്ട് പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടുന്ന ഒരു സംഘടനയാണ്. ഇതിനർത്ഥം ഇത്രയൊക്കെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് CPM ഇനി ഒരിക്കലും തിരിച്ചു വരരുതെന്നോ അല്ലെങ്കിൽ അത് കേരളത്തിൽ നിന്ന് ഇല്ലാതാവണമെന്നോ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ബാലൻസ് പറഞ്ഞാൽ ഈ ഇടത് വലത് മുന്നണികളുടെ ഈ ഒരു നിലക്കുള്ളൊരു പോക്ക് തന്നെയാണ്. അവിടെ CPM-ഓ കോൺഗ്രസ്സോ തകരാനോ ഇല്ലാതാവാനോ പാടില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പക്ഷേ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ, ഇങ്ങനെ തന്നെയാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ടും CPM മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതായിരിക്കില്ല സംഭവിക്കുക എന്നുള്ളത് തിരിച്ചറിയാനുള്ളൊരു പക്വതയും വിവേകവും CPM-ൻ്റെയും അതേപോലെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും വേണം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. അവിടെ ഈ പറഞ്ഞ കളി കളിച്ചാൽ അവിടെ അവസാനം സംഭവിക്കുന്നത് വെച്ചാൽ ഒരു വിഭാഗത്തെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വർഗീയവൽക്കരിക്കാൻ പറ്റും. ശരിയാണ്, പോളറൈസേഷൻ വളരെ വ്യാപകമായി നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. നിങ്ങൾക്ക് വലിയൊരു ജനവിഭാഗത്തെ വർഗീയവൽക്കരിക്കാനും മുസ്ലിം ഒക്കെ പറ്റും. ഇസ്ലാമോഫോബിയ ആ നിലക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ വളരെ എളുപ്പമുള്ളൊരു ഒരു കാലഘട്ടവും ഒരു സമൂഹവുമാണ് നമ്മുടേത്. അങ്ങനെ ഒരുപാട് ആളുകളെ അങ്ങനെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷേ അത് നിങ്ങളുടെ വോട്ടായി അവിടെ കിടക്കില്ല. അത് ഈ പറഞ്ഞതുപോലെ തന്നെ BJP ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ കളി കളിക്കുമ്പോൾ അത് നോക്കി നിൽക്കുന്ന മതനിരപേക്ഷത ഉള്ളിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർ നേരെ ഇപ്പം സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആരാണോ അവർക്ക് കൂത്തും. അത് കോൺഗ്രസിൻ്റെ മെച്ചായിക്കൊള്ളുന്നില്ല, മുസ്ലിം ലീഗിൻ്റെ മെച്ചായിക്കൊള്ളുന്നില്ല. നിങ്ങൾ ഈ കളിച്ച കളിക്കുള്ള ഒരു മറുപടി തരണം എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഇടതുപക്ഷം ഇടതാവണം. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റിന് നമുക്ക് എന്തൊക്കെ വിയോജിപ്പുകളുണ്ടെങ്കിലും മാർക്സിസ്റ്റുകളോട് ലെഫ്റ്റിസ്റ്റുകളോട് ഒരുപാട് തരത്തിലുള്ള വിയോജിപ്പുകൾ ഉള്ള ആളുകൾ തന്നെയാണ് ഞങ്ങളൊക്കെ. പക്ഷേ എങ്കിൽ പോലും ലോകത്തെമ്പാടും ലെഫ്റ്റിസ്റ്റുകൾക്ക് അവരുടേതായ ഒരു മൂല്യമുണ്ട്, അവരുടേതായ ചില കൃത്യമായ അടിസ്ഥാനങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ മർദ്ദിതരായ ആളുകളുടെ കൂടെ നിൽക്കുക, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള റൈറ്റ് വിങ് അജണ്ടകളെ അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ലോകത്തെമ്പാടുമുള്ള ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രം വെള്ളാപ്പള്ളിയുടെ കൈപിടിച്ച് നടക്കുന്ന, അതേപോലെ തന്നെ കാറിൽ കയറ്റുന്ന, ഇമാതിരിയുള്ള വർഗീയ പ്രസ്താവനകൾ നടത്തുന്ന അങ്ങനെയുള്ളൊരു ഇടതുപക്ഷത്തെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും കേരളത്തിലുള്ള ഇടതുപക്ഷം ഇടതായി മാറാൻ
ശ്രമിക്കണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ സമൂഹവും ഈ സമുദായവും അടക്കം നിങ്ങളുടെ കൂടെയും ഇനിയും ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അതല്ല, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വൃത്തികെട്ട ഡേർട്ടി പൊളിറ്റിക്സ് ആണ് ഇനിയും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾ നിങ്ങൾ അകലുന്നുള്ള കാര്യം ഫോർ ഷുവറാണ്. അപ്പുറത്ത് വർഗീയവൽക്കരിക്കപ്പെട്ടവർ ഈ രൂപത്തിൽ വർഗീയ പാർട്ടികളിലേക്കും പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അത് CPM തന്നെ അന്ത്യത്തിലേക്കായിരിക്കും നയിക്കുക എന്ന തിരിച്ചറിവ് ഇനിയും വൈകിക്കൂടാ. ഇത് നമ്മൾ പറയുന്നത് പലപ്പോഴായി ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞൊരു വിഷയമാണിത്. ഇനിയും വൈകിയാൽ ഈ ഒരു പാർട്ടി ഇവിടെ ഇല്ലാതാകുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന തിരിച്ചറിവിലേക്ക് പാർട്ടി നേതൃത്വവും അണികളും അനുഭാവികളും എല്ലാം എത്തിച്ചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരാജയം അതൊരു തിരിച്ചറിവിൻ്റെ പരാജയമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.